ഹായ്, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് രാവിലെ നോക്കിയേ കുറച്ച് നല്ല കൊഞ്ച് കിട്ടി. നല്ല ഫ്രഷ് കൊഞ്ചാണ്, കണ്ടോ. ഞങ്ങൾക്ക് കടപ്പുറം ഇവിടെ വളരെ അടുത്തായതുകൊണ്ട് ഫ്രഷായിട്ട് കടപ്പുറത്തുനിന്ന് ഫിഷ് എല്ലാം കിട്ടാറുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഇന്ന് കുറച്ച് കൊഞ്ച് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ടൊരു നല്ലൊരു കറി ഉണ്ടാക്കാം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കൊഞ്ച് കറിയാണ്. ഞങ്ങൾക്ക് ഈ ഫിഷ് കൊണ്ടുതരുന്ന അമ്പിളിയമ്മ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. വളരെ ലവബിളായിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ നല്ല ഫ്രഷ് മീൻ കൊണ്ടുതരാറുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ഈ കൊഞ്ച് കൊണ്ട് വേറെ 1-2 വിഭവങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു മസാല, പ്രോൺ മസാല, പിന്നെ പ്രോൺ ബിരിയാണി, ദം ബിരിയാണിയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാനിത് ക്ലീൻ ചെയ്യുന്ന വിധം ശരിക്കും കാണിച്ചിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതും എല്ലാവരും കാണുക, എങ്ങനെയാണിത് ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ വെയിൻസൊക്കെ കളയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. ഞാനിത് ക്ലീൻ ചെയ്യുന്ന അതേ സമയത്ത് നമുക്ക് നമ്മുടെ അമ്പിളിയമ്മയൊന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. നമ്മുടെ കൊഞ്ചിനെ ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അത്രയും കൊഞ്ച് കഴുകിയപ്പോൾ ഒരു 1/2 കിലോ ഉണ്ട് കേട്ടോ. 1/2 കിലോ കൊഞ്ചിന് നമ്മളിന്ന് ശരിക്കും എന്താ പറയുക, കുടമ്പുളിയിട്ട ഒരു നാടൻ ചെമ്മീൻ കറിയാണ്. അപ്പോൾ ഐറ്റംസ് എല്ലാം ഞാൻ ആസ് യൂഷ്വൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നായിട്ട് ഞാൻ ഇതിലേക്ക് ഇടുക കേട്ടോ. അത് ഞാൻ ഇടാൻ വന്നൊരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ വലിയ എരിവുണ്ടാവില്ല, പക്ഷെ അതൊരു നിറവും ഒരു കൊഴുപ്പുമൊക്കെ കിട്ടും. 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ഇടുകയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 10 ഉള്ളി, ചെറിയ ഉള്ളിയിലെ ചതച്ചത് 10 അല്ലിയാണ് ഇതിലേക്ക് ഇടുന്നുണ്ട്. 10-15 ഇടാൻ കുഴപ്പമില്ല, നല്ലതാണ്. ഒരു മീഡിയം പീസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അതിട്ടുണ്ട്. ഇനി ഇടാൻ പോകുന്ന കുടംപുളിയാണ്. 2 അത്യാവശ്യം വലിയ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പില കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് കീറിയെടുത്ത് ഇടുന്നുണ്ട്. 1 ടീസ്പൂൺ കണക്കാക്കി ഉപ്പിടുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നല്ല നിറത്തിൽ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ നിറമാണ്. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയും വേവാൻ ആവശ്യമായ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ ഞാൻ സ്റ്റൗ ഓണാക്കി കൊടുക്കാൻ പോവാണ്. പിന്നെ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേണ്ട. നമുക്കറിയാം കൊഞ്ച് വെന്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റബ്ബർ പോലായി പോകും. ശരിക്കും വേണ്ട, ഒരു 7-8 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട് നമുക്ക് പിന്നെ കാണാം. നമ്മുടെ കൊഞ്ച് കണ്ടോ ഒന്ന് തിളച്ച് വന്നിട്ട് നന്നായിട്ട്. ഇത് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചോറും അടി പിടിക്കാതെ. വെന്തിട്ടില്ല, ഒന്നും കൂടി വേവട്ടെ. അതേസമയം ഞാൻ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം കൊഞ്ച് നമ്മൾ പള്ളിയിൽ വെക്കാറുണ്ട്, വറുത്തരച്ച കൊഞ്ച് കറി വെക്കാറുണ്ട്, പിന്നെ തേങ്ങാപ്പാലൊഴിച്ച് വെക്കാറുണ്ട്. നമ്മളിതിൽ കുറച്ച് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുറി ഫുള്ള് വേണ്ട കേട്ടോ. അത് കുറച്ച് തേങ്ങ എടുത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാൻ പോകും. ആ സമയം കണ്ട് ഞാൻ ഓക്കെ കണ്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് ഇപ്പോൾ ഞാൻ മിക്സിക്ക് അടിച്ചു കൊടുക്കുന്ന തേങ്ങയില്ലേ, നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊഞ്ച് കറിയുടെ കളറൊന്ന് മാറിയുണ്ടോ തേങ്ങാപ്പാൽ ഒഴിച്ചപ്പോൾ. ഇനി ഈ നമ്മളുടെ തേങ്ങ തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് കടുക് വറുക്കൽ എന്നൊരു ചെറിയ പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. അതിനുവേണ്ടി ഞാൻ ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കയിലേക്ക്. സോ കടുകും പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് മൂപ്പിച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മുടെ കൊഞ്ച് കറിക്ക്. സോ ഉള്ളി മൂത്തപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയിട്ട് ഇളക്കിയിട്ട് ഇതിലേക്കൊരു 4 ഉണക്കമുളക്, ചുവന്ന മുളകാണ്, അതും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ കടുക് വറുക്കൽ പ്രക്രിയ പൂർത്തിയായിട്ടുണ്ട്.
ഇനി ഞാനിതിന് നമ്മുടെ കൊഞ്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. യെസ്, ഒരു പ്രത്യേക ഭംഗിയില്ലേ കറിവേപ്പിലയും മുളകിൻ്റെയൊക്കെ ഒരു നിറം. അപ്പോൾ നമ്മുടെ നാടൻ കൊഞ്ച് കറി റെഡി ആയിട്ടുണ്ട്. അതും കുടംപുളി ഇട്ടതാണ്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കുടംപുളി ഇട്ട നാടൻ ചെമ്മീൻ കറി ഇത് കിടിലിനായിട്ട് ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇളക്കി കാണിക്കാം. കുറച്ച് തിക്കായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനി ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഗ്രേവി കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് എക്സ്ട്രാ ഗ്രേവി ഇട്ടാൽ മതി. ഞങ്ങൾ എന്തായാലും ലഞ്ചിനാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ചപ്പാത്തിയുടെ കൂടെ തന്നെ കഴിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.